നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കീ ആട്രിബ്യൂട്ട്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഫീഡിന്റെ. സോ ലെറ്റ്സ് കീ ആട്രിബ്യൂട്ട്സ് ഓഫ് പ്രൊഡക്റ്റ് ഫീഡ്. അപ്പോൾ ID ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഗൂഗിൾ മെർച്ചന്റ് സെന്ററിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലേ ഗൂഗിളിന് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ പ്രൊഡക്ട്സ് ലിസ്റ്റ് ആകുന്നത് അല്ലേ. അതായത് ഗൂഗിൾ സെർച്ചിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ബൈ ഷൂസ് ഓൺലൈൻ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ അണ്ടർ 10,000 എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇമേജസോ ഉള്ള ഒരു ഷോപ്പിംഗ് ആഡ്സുകളാണ് നമ്മൾ കാണുന്നത്. സോ ID, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ID, ടൈറ്റിൽ കൊടുക്കണം, അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, പ്രൊഡക്റ്റ് കാറ്റഗറി കൃത്യമായിട്ട് പറയണം, പ്രൊഡക്റ്റ് ടൈപ്പ് പറയണം, ലിങ്ക് ടു ഐറ്റംസ് പേജ് ഓൺ യുവർ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എവിടെയാണോ ആ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ അവൈലബിലിറ്റി സ്റ്റേറ്റസ് പ്രൊവൈഡ് ചെയ്യണം, അതുകൂടാണ്ട് നമുക്ക് പ്രൈസ് കൊടുക്കണം. സോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് കുറച്ച് ഒരു ടിപ്പ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ടൈറ്റിൽസും ഡിസ്ക്രിപ്ഷൻസും എപ്പോഴും കീവേഡ് റിച്ച് ആയിരിക്കണം, അതുകൂടാണ്ട് റെലവെന്റ് ആയിരിക്കണം. കീവേഡ് റിച്ച് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കുന്നത് അല്ലേ. സോ ഗൂഗിൾ യൂസസ് ദിസ് ഡാറ്റ ടു സീ ഇഫ് യുവർ പ്രൊഡക്ട്സ് ആർ റെലവെന്റ് ടു എ സെർച്ച് ക്വറി. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് നമ്മൾ ഈ കീവേഡ് റിച്ച് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ടൈറ്റിൽസ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കീവേഡിന് സിമിലർ ആയിട്ടുള്ള സെർച്ച് ടേംസ് വരുമ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ആഡുകൾ ട്രിഗർ ആകുകയും ഗൂഗിൾ കണ്ടിന്യൂസ്ലി അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് റെലവൻസി, അതായത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് തന്നെയാണോ ലിസ്റ്റ് ആകുന്നതെന്ന്. സോ അത് മേക്ക് ഷുവർ ചെയ്യാം. നമ്മളിപ്പോൾ കീ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് പഠിച്ചു, എന്തൊക്കെയാണ് ഗൂഗിൾ മെർച്ചന്റ് സെന്റർ അതായത് ഗൂഗിൾ ആഡ് ഷോപ്പിങ്ങിന് ആവശ്യമുള്ള ഈ ആട്രിബ്യൂട്ട്സും കുറച്ച് ടിപ്സും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ഷോപ്പിംഗ് ആഡ്സിൽ കുറച്ച് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സുകൾ എന്നാണ്. സോ ലെറ്റ്സ് സീ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ.